മാറണം. നമ്മൾ പിടിച്ചതെല്ലാം നമ്മൾ നേടിയില്ലേ? ആലോചിച്ചു നോക്കുക. ഏതാണ്ട് 3 ലക്ഷം ആളുകൾ കഴിഞ്ഞ ഒരു 500 വർഷത്തിനിപ്പുറത്തേക്ക് സ്വന്തം ജീവിതം തകർത്ത് തരിപ്പണമായത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് വലിച്ചെറിഞ്ഞില്ലേ? ആ വലിച്ചെറിഞ്ഞപ്പോഴാണ് സാക്ഷാൽ മര്യാദ പുരുഷോത്തമൻ അവതരിച്ചത്. തന്നെ ആ അവതാരം പോലെ തന്നെ നാം തീരുമാനിക്കണം. നമ്മുടെ കൺകണ്ട ദൈവമായ ശബരിമല അയ്യപ്പസ്വാമിയെ മുൻനിർത്തിക്കൊണ്ട് ഇനി അയ്യപ്പസ്വാമിക്കെതിരായി ഒരു ശബ്ദമുയരാൻ സമ്മതിക്കില്ല എന്നുള്ള തീരുമാനം എടുക്കേണ്ടുന്ന സാഹചര്യം അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ആ വരുന്നതാണ് നോക്കേണ്ടുന്നത്, മനസ്സിലാക്കേണ്ടുന്നത്, കയ്യിലുള്ള ആയുധം കൃത്യമായി ഉപയോഗിക്കേണ്ടുന്നത്. അതിനൊരു സംശയവും വേണ്ട. ഭയന്നിട്ട് കാര്യമില്ല. നമ്മൾ ധീരമായി നേരിടാൻ തയ്യാറാകുമ്പോഴാണ് ഏതും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ആ നേട്ടമുണ്ടാകുവാൻ സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹവും ആശിസ്സും നിങ്ങളിൽ ഓരോരുത്തരിലും ചെരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ പൂർത്തിയാക്കുന്നു. സ്വാമിയേ ശബരിമലയുടെ വിശ്വാസം എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായർ സാറാണ്. സാറ് ഭാഷാശാസ്ത്രത്തിലും മലയാളം അതുപോലെ സംസ്കൃതം സ്പെഷ്യൽ സാഹിത്യത്തിലും കേരള സർവകലാശാലയിൽ നിന്ന് MA ബിരുദം നേടിയിട്ടുള്ള ആളാണ്. 3 ബിരുദം അദ്ദേഹത്തിൻ്റെതായുണ്ട്. ഗവേഷണ മണിപ്രവാളത്തിലെ അർത്ഥാലങ്കാരങ്ങൾ എന്ന വിഷയത്തെ ആധാരമാക്കി തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധത്തിന് PhD നേടിയിട്ടുണ്ട്. ബ്രഹ്മശ്രീ ചിന്മയാനന്ദ സ്വാമിജിയിൽ നിന്നും ശ്രീമദ് ഭഗവത്ഗീതയും ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി സ്വാമി തൃപ്പാദങ്ങളിൽ നിന്ന് വേദാന്ത ശാസ്ത്രവും ഇതിഹാസ പുരാണാദികളും അദ്ദേഹം അഭ്യസിച്ചു. ആനുകാലികങ്ങളിലും ആന്തോളജികളിലുമായി അനേകം ഗവേഷണ ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആട്ടക്കഥകൾ ചിട്ട ചെയ്ത് പലതവണ അദ്ദേഹം പല വിഷയങ്ങളായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഭാഗവത സപ്താഹങ്ങളുടെയും സത്രങ്ങളുടെയും ആധ്യാത്മരാമായണ സമാഹത്തിന്റെയും ആചാര്യനാണ്. TV പരിപാടികളിലും സത്യാനന്ദ സംസ്കൃതി എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഭാരതീയ സംസ്കൃതിക്കായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. ആത്മായനങ്ങളുടെ ഖസാക്ക് അവാർഡ്, രാജരാജവർമ്മ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമിയുടെ IC ചാക്കോ അവാർഡ്, വക്രോക്തി കൈരളിക്ക് അക്കാദമിയുടെ കുറ്റിപ്പുഴ അവാർഡ്, കഥകളി സാഹിത്യത്തിന് MKK നായർ അവാർഡ്, ഗീതാ സാരസ്വതം അവാർഡ്, അങ്ങനെയുള്ള നിരവധി അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. 1977 മുതൽ കേരള സർവകലാശാലയിൽ അസിസ്റ്റന്റായും 1981 മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കോളേജുകളിൽ അധ്യാപകനായും 1994 മുതൽ 97 വരെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ റീഡറായും വീണ്ടും 2008 വരെ ദേവസ്വം ബോർഡ് കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായും ഡിപ്പാർട്ട്മെന്റ് ഹെഡായും സർവകലാശാലകൾക്ക് റിസർച്ച് ഗൈഡായും ജോലി ചെയ്തു. ഇപ്പോൾ ഹൈന്ദവ സമാജത്തിന് വേണ്ടി ഈ തിരക്കുകൾക്കും ഗ്രന്ഥരചനകൾക്കും എല്ലാമിടയിലും ഹൈന്ദവ സമാജത്തിന്റെ എല്ലാവിധ വിഷയങ്ങളിലും താങ്ങും തണലുമായി മാർഗദർശകനായി നമ്മോടൊപ്പമുണ്ട് സംപൂജ്യ പൂജപ്പുര കൃഷ്ണൻ നായർ സാറിനെ വിഷയാവതരണത്തിനായി ക്ഷണിക്കുക. സ്വാമി ശരണമയ്യപ്പ, സ്വാമി സ്വാമി ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമി. ആദ്യമേ തന്നെ
എൻ്റെ സർവസങ്കല്പങ്ങളും അയ്യപ്പസ്വാമി പാദപങ്കജങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളട്ടെ. വേദിയിലിരിക്കുന്ന ആദരണീയനായ അധ്യക്ഷൻ ശ്രീ കൃഷ്ണൻ നമ്പൂതിരി അവർകളെ, വേദിയിലിരിക്കുന്ന അയ്യപ്പദാസ് സ്വാമി തൃപ്പാദങ്ങളെ, വേദിയിലിരിക്കുന്ന വാഴൂർ ആശ്രമത്തിന്റെ അധിപതിയായിരിക്കുന്ന സ്വാമി തൃപ്പാദങ്ങളെ, ഇവിടെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർ, ആദ്യമേ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നിക്ഷിപ്തമായ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. വളരെ വിപുലമാണ് വിഷയം, വളരെ ചുരുക്കമാണ് സമയം. അതുകൊണ്ട് വളരെ വേഗത്തിൽ ആ വിഷയത്തിന്റെ ഹൃദയം മാത്രം പറയും. ബാക്കി എല്ലാ സജ്ജനങ്ങളും അതിനെ തുടർന്ന് ഗവേഷണം ചെയ്ത് പഠിച്ച് അതിനെ വിപുലീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് യുവതീ പ്രവേശനം ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉന്നയിക്കുന്ന വലിയൊരു വിഷയമാണ്. എന്തുകൊണ്ടാണ് യുവതിമാര് ശബരിമലയിലേക്ക് പോകാത്തത്? നൂറ്റാണ്ടുകളായി, ആയിരത്താണ്ടുകളായി ആ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടന്നത് തൊട്ട് അവിടെ യുവതിമാരാരും പോകാറില്ല. 10 വയസ്സിന് മുകളില് 50, 51, 52, 53, 54 ആ കാലഘട്ടങ്ങൾ വരെ ആ പ്രായത്തിലുള്ള യുവതിമാരാരും തന്നെ ശബരിമലയിൽ പോകാറില്ല, പോവുകയുമില്ല. യുവതിമാരെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അധികാരത്തിന്റെ ബലം ഉപയോഗിച്ചുകൊണ്ട്, സംഘടിതമായ ബലം ഉപയോഗിച്ചുകൊണ്ട് 18ലും 19ലും വലിയ കോലാഹലങ്ങളിലൂടെ നടന്ന അവസരത്തില് നമ്മുടെ നാട്ടില് നമ്മുടെ അമ്മമാരും നമ്മുടെ സഹോദരിമാരും നാമമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് കേരളക്കരയെ മുഴുവൻ ശബരിമല സന്നിധാനമാക്കി മാറ്റിയത് നമുക്കെല്ലാവർക്കും അറിയാം. ആരും പ്രേരിപ്പിച്ചിട്ടല്ല. ആ അമ്മമാര്, സഹോദരിമാര് രംഗത്ത് ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു സന്ധ്യാസമയത്ത് അയ്യപ്പ ജ്യോതി നിലവിളക്കില് പ്രകാശിപ്പിച്ചുകൊണ്ട് അവർ വലിയൊരു അയ്യപ്പനോട് സമർപ്പിച്ച ഭാരമായിട്ട് അണിനിരന്നു നിന്നു. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ ഇവിടെ ആയിരങ്ങൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. ഇതെല്ലാം അയ്യപ്പനോടുള്ളതായ ഭക്തി കൊണ്ട്, ആ അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് നടക്കുന്നതാണ്. ഒരു പ്രകാരത്തിലും ആ സന്നിധാനത്തെ കളങ്കപ്പെടുത്തുവാനായിട്ട് ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. എന്തുകൊണ്ടാണ് അമ്മമാര്, നമ്മുടെ മുത്തശ്ശിമാര് അവരുടെ യൗവനത്തില് അവിടെ പോകാത്തത്? അതിന് കാരണമുണ്ട്. ആ കാരണം എന്റെ ഹൃദയത്തില് പ്രകാശിപ്പിച്ചു തന്നത് എന്റെ ഗുരുനാഥനായ സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളാണ്. അദ്ദേഹം സമാധിയായി 12 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഈ കോലാഹലങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോഴേക്കും അദ്ദേഹം ശരീരത്തോടുകൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു തരുമായിരുന്നു എന്ന പൂർണ്ണമായ ബോധ്യത്തോടുകൂടിയിട്ട് ആ പാദങ്ങളെ സ്മരിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം കാണിച്ചതും അദ്ദേഹത്തോടൊപ്പം നടന്ന കാലങ്ങളിൽ അദ്ദേഹം പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെല്ലാം കൂടി അടുക്കി ചിന്തിച്ചപ്പോഴേക്കും അത് വ്യക്തമായി തന്നു. അദ്ദേഹം മുറുക്കി തന്ന ഇരുമുടി കെട്ടും എടുത്തിട്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ 18 പടി കയറി ഭഗവാന്റെ മുന്നിൽ ചെല്ലാനുള്ള ആ നിമിഷത്തെ സ്മരിച്ചപ്പോഴേക്കും അത് കാണിച്ചു തന്നു. ഒരു കാര്യം ഓർക്കണം, ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള സകല വിശ്വാസങ്ങളും സകല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉപനിഷത്തിൽ അധിഷ്ഠിതമാണ് എന്നറിയണം. ഇതിന്റെ മുഴുവൻ അടിസ്ഥാനം ഉപനിഷത്താണ്. ആ ഉപനിഷത്തിൽ നിന്നുണ്ടായിട്ടുള്ളതായ ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത മുതലായ മഹാഗ്രന്ഥങ്ങളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള സകല ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അടിസ്ഥാനമെന്നറിയണം. ഇവിടെ നടപ്പിലാക്കുന്ന ആ ആചാരാനുഷ്ഠാനങ്ങൾ ഗുരുസ്വാമിമാര് നമുക്ക് ആ ആചാരാനുഷ്ഠാനങ്ങളിൽ എള്ളിട വ്യത്യാസം വരാതെ നമുക്ക് ഉപദേശിച്ചു തരുന്നു.
നമ്മെ ആ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യിക്കുന്നു. അങ്ങനെ ഗുരുസ്വാമിമാര് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഉപനിഷത്തിൽ അധിഷ്ഠിതമാണ് എന്നറിയണം. നാം ഈ ആചാരാനുഷ്ഠാനങ്ങളിലേക്കും അതേപോലെ ഉപനിഷത്തിലേക്കും ചെല്ലുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാകും. ഈ ലോകത്തില് അനേക ലക്ഷം ക്ഷേത്രങ്ങളുണ്ട്. ഭാരതത്തിനുള്ളിൽ മാത്രമല്ല, ഭാരതത്തിന് വെളിയിലും ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങൾ ഒന്നിലും ഇല്ലാത്തതായ പ്രത്യേകത ഉള്ള ക്ഷേത്രമാണ് ശബരിമല. മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും സ്ഥിതിക്രമത്തിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി, ക്ഷേത്രത്തിന്റെ പൂജാദികൾ, ക്ഷേത്രത്തിന്റെ അനുഷ്ഠാനങ്ങൾ. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ള ഈ പ്രപഞ്ച ചലനത്തിന്റെ 3 ഭാവങ്ങൾ അറിയുമല്ലോ. അതിൽ സ്ഥിതിക്രമത്തിലാണ് ബാക്കി എല്ലായിടവും. അവിടെ നമുക്ക് ആർക്ക് വേണമെങ്കിലും രാവിലെ കുളിച്ചിട്ട് അതുപോലെ ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവിടെ ചെല്ലാം, അവിടെ ദർശനം നടത്താം. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഭഗവാനോട് പറയാം, ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിക്കാം. പക്ഷേ എല്ലാ ക്ഷേത്രങ്ങളിലും അവസ്ഥ ഏതാണ്? കാരണം അവിടെ എല്ലാം സ്ഥിതിക്രമമാണ്. എന്താണ് സ്ഥിതിക്രമം എന്ന് ഇനി കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, സമയമില്ല. എന്നാൽ ഇവിടെ മാത്രം ലയക്രമത്തിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ശബരിമലയില് പ്രതിഷ്ഠ ലയക്രമത്തിലാണ്, സ്ഥിതിക്രമത്തിലല്ല. ലയം എന്താണെന്നും എല്ലാവർക്കും അറിയാം. ഈ പ്രപഞ്ചത്തെ സമ്പൂർണമായിട്ട് പരമാത്മാവിൽ ലയിപ്പിക്കൽ, അതാണ് ലയം. അത് ഭക്തൻ ഈ ആത്മമോക്ഷം ശക്തമായിട്ട് ആഗ്രഹിക്കാത്ത അവസ്ഥയിൽ അവിടെ ദർശനം നടത്തിയാലും ഈ ലയക്രമമാണ് ചെയ്യുന്നത്. അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അവരുടെ ദുഃഖങ്ങളെല്ലാം വളരെ വേഗത്തിൽ ദൂരീകൃതമാകും, കഷ്ടപ്പാടുകളെല്ലാം വളരെ വേഗത്തിൽ ദൂരീകൃതമാകും. അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് എല്ലാ വർഷവും അവിടെ ഇത്രയേറെ ആളുകൾ വീണ്ടും 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 അവിടെ വന്നു ചേരുന്നത്. ഈ ലോകം നമുക്ക് ജീവനുള്ളതും ജീവാനില്ലാത്തതുമായ അനന്തകോടി പദാർത്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ഇത്രയേറെ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നത് എന്താണ് എന്ന് ഉപനിഷത്തുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ശാസ്ത്രമായിട്ട് നമുക്ക് കപില മഹർഷി പറഞ്ഞു തന്നിട്ടുണ്ട്. 25 തത്വങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത പദാർത്ഥങ്ങളെയും കണക്കെടുത്തു കഴിഞ്ഞാൽ 25 തത്വങ്ങളാണ്. അതിൽ ഒന്ന് പരമാത്മതത്വം, പിന്നെയോ ബാക്കി 24 എണ്ണം ആ പരമാത്മാവിന്റെ സങ്കല്പത്താൽ പരമാത്മാവിൽ ഉണ്ടായി നിലനിന്ന പ്രപഞ്ച സൃഷ്ടിക്കായി പ്രവർത്തിക്കുന്ന പ്രകൃതി തത്വം. അങ്ങനെ 24 പ്രകൃതി തത്വങ്ങളും അതേപോലെ ഒരു പരമാത്മതത്വവും. ഒരു കാര്യം അറിയുക, എല്ലാ ക്ഷേത്രങ്ങളിലും ആ പരമാത്മതത്വത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ പരമാത്മതത്വത്തെ ദേവന്റെ രൂപത്തില്, ദേവന്റെ ഭാവത്തില്, ദേവിയുടെ രൂപത്തില്, ദേവിയുടെ ഭാവത്തില് നമുക്ക് പ്രതിഷ്ഠിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ പ്രകൃതി തത്വങ്ങളെ അതേ പ്രകാരത്തിൽ പ്രതിഷ്ഠിച്ചു തന്നിട്ടില്ല. അത് ശബരിമലയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിച്ചാൽ ശബരിമലയിൽ നമ്മൾ പോകുമ്പോഴേക്കും എന്തൊക്കെ മുൻകരുതലുകളാണോ ചെയ്യുന്നത്, എന്തെല്ലാം രീതിയിലുള്ള അനുഷ്ഠാനങ്ങളും അതേപോലെ വ്രതവും എല്ലാം ചെയ്യുന്നത് ഏതൊക്കെയാണോ അതെല്ലാം എല്ലാ ക്ഷേത്രത്തിലും വേണ്ടി വരും. സാധാരണ എല്ലാവർക്കും എപ്പോഴും ചെന്ന് തൊഴാൻ വേണ്ടിയിട്ട് ആ 25ാമത്തെ തത്വം ബ്രഹ്മതത്വത്തെ ദേവഭാവത്തിൽ അല്ലെങ്കിൽ ദേവീഭാവത്തിൽ പ്രതിഷ്ഠിച്ചു തരും. ബാക്കിയെല്ലാം ആ അനുഷ്ഠാനങ്ങൾ ശുദ്ധമായ മനസ്സോടുകൂടി നമുക്ക് ക്ഷേത്രങ്ങളിൽ നിർവഹിക്കാം. ഇവിടെ ഈ ബ്രഹ്മതത്വത്തെ അയ്യപ്പനായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആ 24 പ്രകൃതി തത്വങ്ങളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ 24 പ്രകൃതി തത്വങ്ങൾ ഏതാണെന്നല്ലേ വളരെ വേഗത്തിൽ അങ്ങ് പറഞ്ഞു വയ്ക്കാം. മൂലപ്രകൃതി അവികൃതി മഹദാദ്യ പ്രകൃതി വികൃതയ സപ്തഹ ഷോഡശകസ്തു വികാരോ ന പ്രകൃതി വികൃതി പുരുഷ എന്ന് കപിലൻ അദ്ദേഹത്തിന്റെ സാഖ്യസൂത്രത്തിൽ പറഞ്ഞു വയ്ക്കും. ഭാഗവതത്തിന്റെ തുടക്കത്തിൽ 4ാമത് സ്കന്ധത്തില് കാപിലം കാണാം, അവിടെ ഇത് കേൾക്കാം. അതേപോലെ തന്നെ ഭാഗവതത്തിന്റെ 11ാം അധ്യായത്തില് ഇത് കേൾക്കാം. ഭഗവത്ഗീതയിലെ 8ാം അധ്യായത്തില് ഭൂവിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച എന്നിങ്ങനെ വളരെ വിശദമായിട്ടത് നമ്മെ കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. അതായത് പരമാത്മാവ് മാത്രമേ ഉള്ള വസ്തുവായിട്ടുള്ളൂ. ഇന്നും എന്നും കാലാതീതമായി ദേശാതീതമായി പരമാത്മാവ് മാത്രമേ ഉള്ളൂ, സച്ചിദാനന്ദം. ആ സച്ചിദാനന്ദമാണ് അയ്യപ്പസ്വാമിയായിട്ട് അവിടെ ഇരിക്കുന്നത്.
ആ സച്ചിദാനന്ദം മാത്രമേ ഉള്ളൂ. ആ സച്ചിദാനന്ദത്തിൽ നിന്നിട്ട്, പരമാത്മാവിൽ നിന്നിട്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് പ്രകൃതി സ്പന്ദിച്ചു തുടങ്ങുന്നു. പരമാത്മാവിൽ നിന്ന് അഭിന്നമായ പ്രകൃതി സ്പന്ദിച്ചു തുടങ്ങുന്നു. അതാണ് സദൈവ സൗമ്യ ഇതം അഗ്രേ ആസീത്. നമുക്ക് ബൃഹദാരണ്യ ഉപനിഷത്തിൽ കേൾക്കാം, അല്ലയോ കുഞ്ഞെ, ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് സത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പരമാത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ അകാമേത ബഹുസ്യാം, അവൻ സങ്കല്പിച്ചു ഞാൻ വലുതായി തീരട്ടെ എന്ന്. അങ്ങനെ പരമാത്മാവില് പ്രകൃതി സ്പന്ദം തുടങ്ങുന്നു. അങ്ങനെ പരമാത്മാവിൽ നിന്ന് മൂലപ്രകൃതി, വളരെ വേഗത്തിൽ പറഞ്ഞുമാണ്, പരമാത്മാവിൽ മൂലപ്രകൃതി, മൂലപ്രകൃതിയിൽ മഹത്തത്വം, മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരതത്വം, അഹങ്കാരത്തിൽ നിന്ന് ശബ്ദതത്വം, അതിൽ നിന്ന് സ്പർശതത്വം, അതിൽ നിന്ന് രൂപതത്വം, അതിൽ നിന്ന് രസതത്വം, അതിൽ നിന്ന് ഗന്ധതത്വം, അതിൽ നിന്ന് മനസ്തത്വം, അതിൽ നിന്ന് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, അതേപോലെ തന്നെ ആ തന്മാത്രകളിൽ നിന്നിട്ട് 5 കർമ്മേന്ദ്രിയങ്ങൾ, ആ തന്മാത്രകളിലെ താമസാംശത്തിൽ നിന്നിട്ട് 5 സ്ഥൂലഭൂതങ്ങൾ, 5 സ്ഥൂലഭൂതങ്ങൾ എണ്ണം എടുത്തോളണം. 5 സ്ഥൂലഭൂതങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 10 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 15 ഒരു മനസ്തത്വം, 16 പിന്നെ ശബ്ദസ്പർശ രൂപരസ ഗന്ധ തന്മാത്രകൾ 5, 16 5 21, പിന്നെ അഹങ്കാരതത്വം 22, പിന്നെ ആ മഹത്തത്വം 23, ഇതിന്റെ എല്ലാം ആസ്പദമായി മൂലപ്രകൃതി 24. ഈ 24 എണ്ണവും ശബരിമലയിൽ പ്രതിഷ്ഠിച്ചു തന്നു. എന്തിന്? ലയക്രമത്തിലുള്ള പൂജയ്ക്കും ലയക്രമത്തിലുള്ളതായ ആചാരാനുഷ്ഠാനങ്ങൾക്കും വേണ്ടിയിട്ട്. അതില് 18 എണ്ണം ആണ് ആ 18 പടികൾ. അവിടെ ആ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അയ്യപ്പന്റെ വിഗ്രഹത്തിന് എന്ത് പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യമാണ് ഈ പടിക്കുള്ളത്. ആ വിഗ്രഹം തന്നെയാണ് ഈ പടി, യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് പടിപൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ആ പടി കയറണമെങ്കിൽ ഇത്രയും നാളത്തെ വ്രതം നോക്കണം. ഗുരുസ്വാമിമാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മുടെ അമ്മയും മുത്തശ്ശിയും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വ്രതം നോക്കണം, ഇരുമുടിക്കെട്ട് കെട്ടണം. ആ ഇരുമുടിക്കെട്ടും ശിരസ് വെച്ചേ കയറാൻ പാടുള്ളൂ, ഇല്ലാതെ കയറാൻ പാടില്ല അവിടെ. എന്ന് മാത്രമല്ല, കാനനപാതയിലൂടി വരുന്നിടത്തും ഇതെല്ലാം ഉണ്ട്. അതൊന്നും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. അങ്ങ് കോട്ടപ്പടി മുതല് ഇങ്ങ് ശരംകുത്തിയും കടന്ന് തൃപ്പടിയിലെത്തുന്നത് വരെ ഇത് തന്നെ കാനനപാതയിലും സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നു. അങ്ങനെ ഇത്രയേറെ ചിട്ട അവിടുത്തെ ദർശനത്തിന്. ആ ഇരുമുടിക്കെട്ടില് ഭഗവാന്റെ അഭിഷേകത്തിനുള്ള പൂജാദ്രവ്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനം നെയ്തേങ്ങയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൂടാതെ അങ്ങോട്ട് കടക്കാനായിട്ട് പാടില്ല. അപ്പൊ അങ്ങനെ ഏറ്റവും താഴത്തെ 5 പടികൾ അത് പഞ്ചഭൂതങ്ങളാണ്. അതിന് മുകളിലുള്ള 6 തൊട്ട് 10 വരെയുള്ള പടികൾ അത് കർമ്മേന്ദ്രിയങ്ങളാണ്. അതിന് മുകളിലുള്ള 11 തൊട്ട് 15 വരെയുള്ള പടികൾ അത് ജ്ഞാനേന്ദ്രിയങ്ങളാണ്. 16ാമത്തെ പടി മനസ്തത്വമാണ്. 17ാമത്തെ പടി സൂക്ഷ്മ തന്മാത്രകളിലെ ഗന്ധതത്വമാണ്. 18ാമത്തെ പടി സൂക്ഷ്മ തന്മാത്രകളിലെ രസതത്വമാണ്. ശരീരത്തോടു കൂടിയിട്ട് ഏതൊരു സാധകനും ഈ 18 പടികളെ കയറാൻ പറ്റും, ശരീരത്തോടുകൂടി. അതിനപ്പുറം കടക്കുന്നത് സമാധിയിലാണ്. അതുകൊണ്ടാണ് 18 പടി കയറി കഴിഞ്ഞാൽ ശ്രീകോവിലിന്റെ മുന്നിൽ പോയി നിൽക്കണം. 19ാമത്തെ പടി എന്നുള്ള രൂപതത്വമാണ്. അതാണ് ശ്രീകോവിലിന്റെ മുന്നിലുള്ള ആ സോപാനത്തിലെ ഏറ്റവും താഴത്തെ പടി. സോപാനത്തിൽ 5 പടിയും അതിന് മുകളില് 6ാമതൊരു പടിയുണ്ട്. അതിലെ ഏറ്റവും താഴെയുള്ള പടി അത് രൂപതത്വമാണ്. അതായത് താഴേന്ന് എണ്ണ എടുത്തു കഴിഞ്ഞാൽ 19ാമത്തത് രൂപതത്വമാണ്. അത് കഴിഞ്ഞാൽ അടുത്ത പടി എന്നുള്ളത് അത് സ്പർശതത്വമാണ്. അതിനടുത്ത പടി എന്നുള്ളത് അതായത് 20ാമത്തെ പടി അത് 21ാമത്തെ പടി അത് ശബ്ദതത്വമാണ്. 22ാമത്തെ പടി അഹങ്കാരതത്വമാണ്. 23ാമത്തെ പടി മഹത്തത്വമാണ്. അങ്ങനെ 23 പടിയായി 24ാമത്തെ പടി മൂലപ്രകൃതിയാണ്. അതാണ് ആ സോപാനത്തിൽ 5 പടിയും കഴിഞ്ഞ 6ാമത്തെ പടി കാണുന്നത്. അതാണ് ശ്രീകോവിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു. അതിന്റെ നടുക്കാണ് ഈ പരമാത്മതത്വം അയ്യപ്പനെ സഗുണ സാകാരമായിട്ട്, നിർഗുണ നിരാകാരത്തെ സഗുണ സാകാരമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ അയ്യപ്പ തത്വത്തെ ദർശിക്കുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന ആനന്ദം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വരുന്നത്, ആ ശബരിമലയിൽ വരുന്നത്. കാരണം നമ്മുടെ കർമ്മ ബാധ്യതകൾ, കർമ്മ ദുഃഖങ്ങൾ അതെല്ലാം ഈ പടി കയറി അവിടെ വരുമ്പോഴേക്കും ദൂരീകൃതമായി തീരുന്നു. ഈ പടി കയറുന്നത് ലയിപ്പിക്കലാണ്.
ഇത് ഞാനല്ല, ഇത് ഞാനല്ല, ഇത് ഞാനല്ല. ബൃഹദാരണ്യക ഉപനിഷത്തിലെ നേതി വിശദീകരിക്കാനൊന്നും നിൽക്കുന്നില്ല. ഇതല്ല, ഇതല്ല, ഇതല്ല. ഇത് മുഴുവൻ ഉപനിഷത്താണ്. ബൃഹദാരണ്യക ഉപനിഷത്തിലെ നേതിയാണ്. ഇവിടെ ആ പടി ഒന്ന് തൊട്ട് അങ്ങോട്ട് കയറുമ്പോ അത് ലളിതമായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ നമുക്ക് പാടിത്തന്നിട്ടുണ്ടല്ലോ നിർവാണ ഷട്കത്തില്. ഇവിടെ ഇരിക്കുന്ന അധികം പേർക്കും അതറിയാം. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം. ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ചിത്തമല്ല. അദ്ദേഹം പാടുന്നു നജ ശ്രോത്രജിഹ്വേ നജ ഘ്രാണനേത്രേ. ഞാൻ കണ്ണല്ല, മൂക്കല്ല, നാക്കല്ല, തൊക്കല്ല, ചെവിയല്ല. നജ വ്യോമ ഭൂമിർ ന തേജോവന വായു. ഞാൻ ആകാശമല്ല, ഞാൻ വായുവല്ല, ഞാൻ അഗ്നിയല്ല, ഞാൻ ജലമല്ല, ഞാൻ പൃഥ്വിയല്ല. പിന്നെയോ ചിത് ആനന്ദരൂപ ശിവോഹം ശിവോഹം. ചിത് സ്വരൂപവും ആനന്ദസ്വരൂപവുമായ ശിവമാണ്, മംഗളമാണ് ഞാൻ, മംഗളമാണ് ഞാൻ. ഇതാണ് നമ്മൾ ആ പടി കയറുമ്പോ ചെയ്യുന്നത്. നേത്തിയാണ്. ഇനി ഇതൊക്കെ മറ്റെല്ലാ ഉപനിഷത്തുകളും കേൾക്കാം, പറയാൻ നിൽക്കുന്നില്ല. രീതിയിലൊക്കെ വളരെ വിശദമായിട്ട് കേൾക്കാം. അതായത് ഓരോ പടിയായിട്ട് ഇത് ഞാനല്ല, ഇത് ഞാനല്ല. ഈ 24 തത്വങ്ങളും ചേർന്നാണ് നമ്മുടെ ഈ ശരീരം. നമ്മുടെ ഉള്ളിൽ അയ്യപ്പനിരിക്കുന്നു പരമാത്മതത്വം. ആ പരമാത്മതത്വത്തിൽ എത്തുമ്പോഴാണ് നമ്മുടെ ദുഃഖങ്ങളെല്ലാം തീരുന്നത്. അതിലെത്താൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്നൊന്നായിട്ട് നിഷേധിക്കുകയാണ്. നമ്മുടെ എല്ലാ സാധനങ്ങളിലും ഇതാണ് ചെയ്യുന്നത്, എല്ലാ അനുഷ്ഠാനങ്ങളിലും ഇതാണ് ചെയ്യുന്നത്. നമ്മൾ ഏത് സമ്പ്രദായം സ്വീകരിച്ചു കഴിഞ്ഞാലും ഈ പ്രകൃതി തത്വങ്ങളെ നിഷേധിച്ച് പോവാണ്. അത് ബലപൂർവകമായി താന്ത്രികമായ സമ്പ്രദായത്തിൽ ശബരിമലയിൽ ചെയ്യുന്നു. ഞാൻ ഈ 5 സ്ഥൂലഭൂതങ്ങളുമല്ല, ഈ 5 പടി കയറുമ്പോൾ ഞാൻ ഈ 5 സ്ഥൂലഭൂതങ്ങളുമല്ല. പിന്നെയോ അതിനു മുകളിലുള്ള 5 പടി കയറുമ്പോഴേക്കും ഒന്നൊന്നായിട്ട് കയറുമ്പോഴേക്കും ഞാൻ ഈ കർമ്മേന്ദ്രിയങ്ങളല്ല. അതിനു മുകളിൽ 5 എണ്ണം കയറുമ്പോഴേക്കും ഞാൻ ജ്ഞാനേന്ദ്രിയങ്ങളല്ല. പിന്നെ 16ാമത്തെ കയറുമ്പോഴേക്കും ഞാൻ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിവയല്ല. അതിനു മുകളിൽ ഉള്ളതായ 2 പടികൾ, അതായത് രസതന്മാത്രയും അതേപോലെ തന്നെ ഗന്ധതന്മാത്രയും, അതും ഞാനല്ല. ഇങ്ങനെ നിഷേധിച്ചിട്ട് ഇതിനെല്ലാം ലയിപ്പിച്ച് ബലപൂർവകമായിട്ട് ലയിപ്പിക്കലാണ്. അതിന് നമുക്ക് ശക്തി വേണം. അതിനുള്ളതായ ആ ശക്തിയാണ് ഈ മുദ്ര ധരിക്കുന്നത് തൊട്ട് അവിടെ ചെന്ന് ദർശനം നടത്തുന്നത് വരെയും അവിടുന്ന് തിരിച്ചിറങ്ങി വന്ന് മുദ്ര ഊരുന്നത് വരെയുമുള്ള ആ അനുഷ്ഠാനം. അത് വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് നിൽക്കും. ഇങ്ങനെ ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല. പിന്നെ ആരാ ഞാൻ അയ്യപ്പനാണ്. സ്വാമിയേ ശരണമയ്യപ്പ, ഞാൻ അയ്യപ്പനാണ്. ഇതാണ് അവിടുത്തെ ദർശനം. വളരെ വേഗത്തിൽ പറഞ്ഞു, അങ്ങനെ പറ്റുള്ളൂ. ഇനി യുവതിമാരെന്തുകൊണ്ട് പോകുന്നില്ല? കാരണം വെച്ച് കഴിഞ്ഞാല് 10 വയസ്സിന് മുകളിൽ ഈ 50-52 വയസ്സിനിടയ്ക്ക് അവരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സൃഷ്ടിക്രമമാണ്. ഇതാണ് കാരണം. ഇത് 2 വിപരീതമാണ്. സൃഷ്ടിക്രമമാണ്, അത് ആവശ്യം. ഈ ലോകം ഉണ്ടാകാൻ, ലോകം നിലനിൽക്കാൻ സൃഷ്ടിക്രമം ആവശ്യം. അത് ഈ 10 വയസ്സിന് മുകളില് 50-55 വയസ്സ് വരെയുള്ള കാലഘട്ടം. 50 നമ്മൾ പൊതുവിൽ വെക്കും. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വ്യക്തികളിൽ വരും, അത്രയേ ഉള്ളൂ. അത് അവർക്കറിയാം. അപ്പോ ആ സൃഷ്ടിക്രമമാണ് പ്രവർത്തിക്കുന്നത്. ഈ ശബ്ദം എവിടുന്ന് വരുന്നതെന്നറിയോ? ഈ ശബ്ദം വരുന്നത് മൂലപ്രകൃതിയിൽ നിന്നിട്ടാണ്. നമ്മളുടെ ഓരോ ശബ്ദവും, നമ്മുടെ ഓരോ ചിന്തയും, നമ്മുടെ ഓരോ പ്രവൃത്തിയും മൂലപ്രകൃതിയിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ മുടുക്കൊണ്ട് വരുന്നതല്ല. ഇതെല്ലാം അവിടുന്നാണ് വരുന്നത്. അതേപോലെ ഈ പ്രപഞ്ച സൃഷ്ടി എന്നുള്ളത് അത് ഈ യുവതിമാരുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിന്റെ പ്രേരണയാൽ മൂലപ്രകൃതി തൊട്ട് ഇങ്ങോട്ട് നടക്കുന്ന പ്രാണപ്രവാഹമാണ് സൃഷ്ടിയിൽ സംഭവിക്കുന്നത്. ഈ സ്ഥൂല ശരീരത്തിന്റെ മാത്രം ഒരു പ്രക്രിയയല്ലത്, അതിന്റെ ചെറിയൊരു റോളാണ് സ്ഥൂല ശരീരത്തിനുള്ളത്. അങ്ങനെ ഓരോ യുവതിയുടെ ഹൃദയത്തിലും പരമാത്മാവിൽ നിന്ന് തുടങ്ങി ഇന്ന് സ്ഥൂല ശരീരം വരെയുള്ള പദാർത്ഥങ്ങൾ ഒരു പുതിയ കുഞ്ഞിന് വേണ്ടുന്നതായിട്ട് ശരീര ഘടകങ്ങൾ മുഴുവൻ നിർമ്മിക്കണം. ആ പ്രക്രിയ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഒരു കുറ്റവും വരാത്ത രീതിയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. സൃഷ്ടിക്രിയയാണ് നടക്കുന്നത്. അവിടെയോ ശബരിമലയില് അത് ലയപ്രക്രിയയാണ്. ഇതൊന്നും ഞാനല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ചിത്തമല്ല. ഇത് 2 വിപരീതമാണ്. ഇത് 2 വിപരീതമാകൊണ്ട് നമ്മുടെ മുത്തശ്ശിമാര് 1000 ആണ്ടുകൾക്ക് മുമ്പേ തീരുമാനിച്ചു, യുവതിമാര് അവിടെ പോകാൻ പാടില്ല.
അതിനെ ലംഘിക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല. എന്ന് മാത്രമല്ല, ലംഘിക്കാൻ ശ്രമിച്ചാൽ ഇതിന്റെ കുറ്റം ആർക്കും, ഇതിന്റെ തിരിച്ചടി ആർക്ക് വരും? അയ്യപ്പന് ഒരു കുറവും വരില്ല, ക്ഷേത്രത്തിന് ഒരു കുറവും വരില്ല. പക്ഷെ ആരാണോ ലംഘിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ഉള്ളിലാണ് ഈ തിരിച്ചടി നടക്കുന്നത്. ഇതാണ് യുവതിമാര് അവിടെ പോകാത്തതിനുള്ള കാരണം. പണ്ട് നൂറ്റാണ്ടുകൾ മുമ്പ് നമ്മുടെ മുത്തശ്ശിമാർക്കും കാരണവന്മാർക്കും അതേപോലെ തന്നെ ഋഷിമാർക്കും എല്ലാവർക്കും ഇതറിയാമായിരുന്നു. പിന്നെ അത് കഴിയുമ്പോഴേക്കും ക്രമേണ ഈ കാരണം മറന്നുപോയി. എങ്കിലും ആ ആചാരം അതേപോലെ നിലനിർത്തി പോന്നു. ഇന്ന് അത് ചോദ്യം ചെയ്യപ്പെടുമ്പോ അതിന്റെ കാരണം എന്താണ് എന്ന് ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ടാണ് എന്റെ ഗുരുനാഥൻ എനിക്കിത് കാണിച്ചു തന്നത്, സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ. അത് ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ നാം ഇത് പഠിക്കണം. ഇത് വളരെ ലളിതമായി ഒരു ചെറിയൊരു പുസ്തകമായി അധ്യാത്മ ശബരീശ്വരൻ എന്ന തലക്കെട്ടിൽ ഒരു പുസ്തകമായിട്ട് ഞാൻ രചിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കുരുക്ഷേത്ര പ്രകാശൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കുരുക്ഷേത്ര പ്രകാശൻ എന്ന് ലഭിക്കും. ഇത് പഠിക്കണം, ലോകത്തിന് പറഞ്ഞു കൊടുക്കണം, ഈ സകല മനുഷ്യർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഇതിന്റെ യുവതിമാര് പോകാത്തതിന്റെ കാരണം ആരും അവർ തടഞ്ഞിട്ടില്ല, പക്ഷെ അവർ പോകില്ല. അതിന്റെ കാരണം പഠിപ്പിച്ചു കൊടുക്കണം. ഇതുമായി ബന്ധപ്പെട്ട് അനേകം സംശയങ്ങൾ വരും. ആ സംശയങ്ങളൊന്നും ദൂരീകരിക്കാൻ ഇപ്പോൾ അവസരമില്ല. വീണ്ടും വീണ്ടും നമുക്ക് ഇതേപോലെ ഒരുമിച്ച് കൂടാം. വിശദമായിട്ട് ആ കാര്യങ്ങളെല്ലാം സകല സംശയങ്ങളും തീർത്തിട്ട് നമുക്ക് വിശദീകരിക്കാം. എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ അയ്യപ്പസ്വാമിയുടെ പാദപങ്കജങ്ങളിൽ, എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എന്റെ പരമഗുരുവായ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ, അയ്യപ്പസ്വാമി വിരാജിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങൾ എന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം. സ്വാമി ശരണം. നമ്മളോടൊപ്പം വിദേശത്തുനിന്ന് എത്തിയിരിക്കുന്ന ഒരാളുണ്ട്, ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ശ്രീലങ്കയിലെ നാഷണൽ ഫ്രണ്ടിന്റെ നേതാവും അവിടുത്തെ മുൻ മന്ത്രിയും നിലവിൽ അവിടുത്തെ ശ്രീലങ്കൻ അയ്യപ്പ നാഷണൽ മഹാസഭയുടെ അധ്യക്ഷനുമായ ഡോക്ടർ ഋഷി സെന്തിൽ രാജ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീലങ്കയിൽ നിന്നാണ് അദ്ദേഹം. ഒറ്റ മിനിറ്റ് അദ്ദേഹം ഒന്ന് സംസാരിക്കും. சுவாமி சரணம். இலங்கையை பிரதிநிதித்துவப்படுத்தி நாங்கள் இந்த சபைக்கு வந்திருக்கோம். இலங்கையில் இருக்கிற அனைத்து இந்து மக்களும், அனைத்து சபையும், ஐயப்பன் சார்ந்த அனைத்து சபைகளும் நீங்கள் செய்கிற இந்த கூட்டத்துக்கு எங்களது முழுமையான சப்போர்ட் அண்ட் முழுமையான இதை நாங்கள் இந்த இடத்துல கொடுத்துருக்கோம். அதாவது இலங்கையில் 50 வருடம் எங்களது ஆதிமகாகுரு ரவிகுரு சுவாமி இந்த ஐயப்ப வழிபாட தொடங்கி all over the world, first time Sri Lankan government announcing the Sabarimala Yatra as the Punitha Yatra. So இந்த புனித யாத்திரையை பிரகடனப்படுத்துறது எங்கட மகாகுருஜி குருசாமி. மகாகுருஜி ரவி குருசுவாமி is over 45 years the Sabarimala Yatra, and myself 40 years Sabarimala Yatra. ஸோ நாங்கள் எல்லாம் சேர்ந்து இலங்கை தேசிய மகாசபை என்கின்ற அமைப்பினூடாக இங்கே வந்திருக்கிற அனைத்து அமைப்புகளுக்கும் இலங்கை சார்பாக முழு all over the ஸ்ரீலங்கா நாங்கள் முழுமையான பங்களிப்போம். உங்களது அனைத்து முடிவுகளுக்கும் நாங்கள் ஆதரவாக இருக்கிறோம்னு சொல்லி இந்த இடத்துல நாங்கள் கூறிக்கிறோம். எங்களது முழுமையான ஸ்ரீலங்கன் தமிழ் ஸ்ரீலங்கன்ஸ் அண்ட் ஐயப்ப டிவோட்டிஸ் எல்லா அமைப்புகளோட ஆதரவும் இதுல இருக்கிற எல்லா அமைப்புகளுக்கும் நிச்சயம் கிடைக்கும். அதுல எங்களது மகாகுரு ரவி குரு சுவாமியோட தலைமையில நாங்க முழுமையான ஆதரவை தருவோம். சுவாமி சரணம், சுவாமி சரணம், சுவாமி ഇവരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ശ്രീലങ്കയിലെ ശബരിമല തീർത്ഥാടന കാലം ഹോളി പിൽഗ്രിമേജ് എന്ന് അവിടുത്തെ സർക്കാർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരായ ഹിന്ദുക്കൾക്ക് കറുപ്പ് വസ്ത്രമൊക്കെ ധരിക്കാൻ ഇന്ത്യക്ക് വെളിയിലൊരു രാജ്യം തന്നെ അതിനുള്ള അനുവാദം തന്നിട്ടുള്ളതിന് നേട്ടം, അതിനുവേണ്ടി പോരാടിയിട്ടുള്ള പ്രവർത്തകരാണ് ഈ ഇരിക്കുന്ന എല്ലാവരും തന്നെ. എന്നോട് ഞാൻ സൂചിപ്പിക്കുകയാണ്, ശ്രീലങ്കയിലെ മുൻ മന്ത്രിയാണ് അദ്ദേഹം. നാഷണൽ ഫ്രണ്ട് എന്ന് പറയുന്ന അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് ഡോക്ടർ ഋഷി സെന്തിൽ രാജ്. അതുപോലെ തന്നെ അവിടുത്തെ അയ്യപ്പ സഭയുടെ പ്രസിഡന്റായിട്ടുള്ള മഹാഗുരു രവിസ്വാമി നമ്മളോടൊപ്പമുണ്ട്. മറ്റൊരാളെ കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്, MN രഘുകുമാരൻ നമ്പൂതിരി, ശബരിമല മേൽശാന്തി
മേൽശാന്തിമാരുടെ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹവും നമ്മളോടൊപ്പം. അവർക്ക് വേണ്ടി ഒരു ശരണം വിളിയോടുകൂടി നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ജസ്റ്റ് 1 minute சாமி സംസാരിക്കും. சுவாமியே சரணமையப்பா, இன்றைய இந்த கூட்டத்தில் பங்கு பெறுவதற்கு எமது சபரிமலை ஸ்ரீ தர்மசாஸ்தாவும் மற்றும் அகில இலங்கை ஐயப்ப தேவஸ்தானத்தினூடாக ஐயனின் ஆனந்த ஐயனின் அருட்களஞ்சம் கிடைக்கிறவனை பிரார்த்திப்பதோடு, ஐயப்ப சுவாமிமார்களே, பெரியோர்களே, அனைவருக்கும் நன்றியினை தெரிவித்துக் கொண்டு, எமது இந்த ஐயப்பன் வழிபாடானது இலங்கை திருநாட்டில் 1975ஆம் ஆண்டு ஆரம்பிக்கப்பட்டது. எமது குருநாதரின் ஊடாக 1980ஆம் ஆண்டு தொடக்கம் அந்த குருநாதரின் ஊடாக சபரிமலை யாத்திரை செல்லக்கூடிய பாக்கியம் அடியேனுக்கு கிடைத்து, தொடர்ந்து அந்த சபரிமலை யாத்திரை மேற்கொள்ளும் வகையில் நாம் எமது அரசாங்கத்திடம் எத்தனையோ பாராளுமன்ற உறுப்பினர்கள், ஜனாதிபதிகள், பிரதமர் அனைவரிடம் நாம் கேட்டுக்கொண்ட போதிலும் அது ஒன்று இவ்வளவு காலமாக என்னுடைய இந்த 40 வருட யாத்திரையின் முதல் ஒன்றுமே சரியான முறையில் செயல்படுத்த முடியவில்லை. ஆனால் தற்போது வந்து இருக்கக்கூடிய ஜனாதிபதியான எமது அனுரகுமார திசாநாயக்க அவர்கள் வந்து இதை கேபினட், அதாவது அமைச்சில் பாராளுமன்றத்தில் அதை சமர்ப்பித்து எமது சுனில் பௌத்த சாசன அமைச்சர் சுனில் எடுத்தவர்களும் எமது உட்கட்ட அமைச்சர் சுந்தரலிங்கம் பிரதீப் ஐயா அவர்களும் இணைந்து அதை பார்லிமெண்டத்தில் கொடுத்து அதற்கான ஏற்பாடுகளை செய்து இவ்வருடம் கொடுத்துள்ளார்கள். அதுவே எமக்கு ஒரு முதல் கண், ஒரு பெரியோர் கொடுப்படும். ஏன்னா இந்த சபரிமலை யாத்திரை உலகில் எங்கும் புனித யாத்திரையாக படுத்தப்படுத்த கிடையாது. உதாரணத்துக்கு தமிழ்நாடு கூட அதை வந்து இலங்கை திருநாடு முதலாக அதை நடத்தி முடித்துவிட்டு மகிழ்வடைகின்றேன். அதே போன்று இங்கு நாங்கள் வந்து நிறைய கனடா, சுவிஸ், பிரான்ஸ், ஜெர்மன் அங்கு அனைத்து பகுதியிலிருந்து இந்த சபரிமலை வரும்போது பந்தளத்தில் வருகை தந்து நாங்கள் அந்த ராஜா குடும்பத்தின் வர்மா குமாரத்தில் அவர்களிடம் ஆசை பெற்று செல்வது ஒரு சிறப்பம்சமாகும். ஓம் சுவாமியே. ഈ സെഷന് 1-2 ചെറിയ പരിപാടികൾ കൂടിയുണ്ട്. എനിക്കൊന്ന് സന്യാസ ശ്രേഷ്ഠന്മാരായിട്ടുള്ള വ്യക്തികൾ ആഹാരം കഴിക്കുന്നതിന് വേണ്ടി ഒന്ന് താഴോട്ട് ചെല്ലണം. കാരണം തിരക്കാണ്. നമുക്ക് പ്രത്യേകമായ ക്രമീകരണം മുതിർന്ന വ്യക്തികളും ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് പോകാം. ബാക്കി ബിജുചേട്ടന്റെ നിർദ്ദേശം ലഭിച്ചു. ശബരിമലയുടെ വിശ്വാസം എന്ന വിഷയത്തിൽ അഖില തിരുവിതാംകൂർ മലയാളി മഹാസഭയുടെയും ഐക്യ മലയാളി മഹാസഭയുടെയും ഭാരവാഹികൾ ഇവിടെ ചർച്ച ചെയ്യും. സുബിൻ വി അനിരുദ്ധൻ, അതുപോലെ KB ശങ്കരൻ സാർ, ഇത് കഴിഞ്ഞാൽ അടുത്ത സെഷൻ ഉടൻ തന്നെ ആരംഭിക്കാം. ആഹാരം ഷുഗറൊക്കെ ഉള്ള ആളുകൾക്ക് കഴിക്കാൻ പോകാനും സാധിക്കും. സുബിൻ വി അനിരുദ്ധൻ. അതിനുശേഷം നമ്മൾ വന്നിട്ടുള്ള സംഘടനാതാക്കളെ പരിചയപ്പെടുന്നുണ്ടാവും. നഗരസഭയുടെ ബഹുമാനായ പ്രസിഡന്റ് വാരിജാഷൻ സാർ ഇവിടെ സന്നിഹിതനാണ്. നമ്മുടെ ജനറൽ സെക്രട്ടറി ജനറൽ സാർ അടുത്ത സെഷന്റെ പ്രധാന ചുമതല നിർവഹിക്കുന്ന ആളാണ്, അധ്യക്ഷനാണ്. അതുപോലെ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ എത്തിയിട്ടുണ്ട്. തീരദേശ മേഖല അയ്യപ്പസ്വാമിയോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമസ്കാരം. ബാക്കിയുള്ളവരെ അടുത്ത് പരിചയപ്പെടും. സ്വാമിയേ 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 നടത്തിട്ട് ഒരു സ്വാമിയും 60 കൊല്ലം കാര്യ സ്വാമിയാണ്. എല്ലാവരെയും കണ്ട് ഒരു അവസരം കിട്ടിയത് സ്വാമി തരണമയ്യപ്പ. ഓം സ്വാമിയെ ശരണമയ്യപ്പ.
പ്രൗഢഗംഭീരമായ ഈ സദസ്സിലും വേദിയിലുമുള്ള എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും മലയേറിയ മഹാസഭയുടെ അഭിവാദ്യങ്ങളും സ്നേഹ ആദരങ്ങളും ആദ്യം തന്നെ അർപ്പിക്കുന്നു. ശബരിമലയുടെ പവിത്രത അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിലാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ശബരിമലയുടെ പവിത്രത കാത്തു സംരക്ഷിക്കണമെങ്കിൽ അതിൻ്റെ പരമ്പരാഗതമായ പൂജകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഭഗവാൻ അയ്യപ്പൻ നിശ്ചയിച്ച പരമ്പരാഗത കാനനപാത. പരമ്പരാഗത കാനനപാതയിലൂടെയുള്ള യാത്രയിൽ ആ യാത്ര പൂർത്തിയാക്കി 18-ാം പടി കടന്ന് ക്ഷേത്രത്തിലെത്തി അവിടെ പൊന്നമ്പലമേട്ടിൽ മലയേറിയ സമുദായത്തിൽപ്പെട്ട ആളുകൾ പുണ്യദീപം തെളിയിക്കുമ്പോഴാണ്, അത് കാണുമ്പോഴാണ് നമ്മുടെ പൂജകളും നമ്മുടെ പുണ്യം പൂർത്തിയാകുന്നത്. നിരന്തരമായ ക്ഷേത്രങ്ങൾ മലയേറിയ സമുദായത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന അനേകം ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന്റെ വിശുദ്ധ കയ്യേറ്റങ്ങൾക്ക് കീഴടങ്ങി കഴിഞ്ഞു. ഇനിയുള്ളത് ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്ര മഹത്തായ ക്ഷേത്ര സംരക്ഷണത്തിന് വേണ്ടി താഴെ ഇവിടെ ആഹാരം കഴിക്കുന്നവർ തിരക്കാണ്. ദേശം കഴിഞ്ഞിറങ്ങിയാൽ മതി. അതുകൊണ്ട് ഈ മഹത്തായ സംരക്ഷണ സമ്മേളനം എല്ലാ കാലത്തും ഹിന്ദു സമാജത്തെ ഒരുമിപ്പിച്ച് കൂട്ടിച്ചേർത്ത് നിൽക്കുന്ന ഒന്നായി മാറട്ടെ എന്ന് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ വീണ്ടും ഇതുപോലെ എല്ലാ ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കുവാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സമയത്തിന്റെ വളരെ കുറവുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവിധ ആശംസകളും. സ്വാമിയെ ശരണമയ്യപ്പ. അഖില തിരുവിതാംകൂർ മലയേറിയ മഹാസഭയുടെ ബഹുമാനായ അധ്യക്ഷൻ KB ശങ്കരൻ സാർ. സ്വാമിയെ ശരണമയ്യപ്പ. ഈ പ്രബുദ്ധ ഗംഭീരമായ ഭക്തി സാന്ദ്രമായ സദസ്സിൽ നിർത്തുന്നതിന് വളരെയധികം അനുഗ്രഹം ഉള്ളതായി മനസ്സിലാക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്കിത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒന്ന്, ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ നിലനിർത്തി പോവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്, ശബരിമല തീർത്ഥാടനത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാവുക എന്ന് പറയുന്നത് തീർത്ഥാടന പാതയിലൂടെയുള്ള സഞ്ചാരം പൂർത്തിയാകുമ്പോഴാണ്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഭക്ത ജനങ്ങൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, തീർത്ഥാടന കാലം ആയിക്കഴിഞ്ഞാൽ പരമ്പരാഗത പാതയിലെ പ്രധാനപ്പെട്ട ഇടത്താവളങ്ങൾ അടച്ചിടുന്ന ഒരു സമ്പ്രദായം നമുക്ക് ഇന്ന് ദർശിക്കാൻ കഴിയുന്നുണ്ട്. അത് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു രീതിയാണ്, ഒരു കാര്യമാണ് നമ്മുടെ ഈ മഹാപ്രസ്ഥാനത്തിൽ ഈ പ്രൗഢ ഗംഭീരമായ സദസ്സിന് മുൻപിൽ എനിക്ക് ആവർത്തിക്കണം. അത് നമ്മുടെ പരമ്പരാഗത പാതയുടെ അല്ലെങ്കിൽ തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. വനം വകുപ്പ് ഏർപ്പെട്ട് വരുന്ന നിയമങ്ങൾ നമുക്ക് ഇതിൽ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ രീതിയിലുള്ള നിർദ്ദേശം കൂടി കൊടുക്കാൻ സ്നേഹബുദ്ധിയ നമ്മുടെ ഈ സദസ്സിന് കഴിയണം എന്ന് മാത്രമാണ് എനിക്കതിനെ ആശംസിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പരമ്പരാഗതമായ കാര്യങ്ങൾ എല്ലാ രീതിയിലും അന്വർത്ഥമാക്കുന്നതിന് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇടയുണ്ടാവണം. അതിന് ഭക്തിസാന്ദ്രമായ ഈ നിമിഷം ഇടവരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സെമിനാറിലെ ആദ്യ സെഷൻ സമാപിച്ചിരിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തെ സെഷന് ശബരിമലയുടെ വികസനം, ആ സെഷൻ അവതരിപ്പിക്കുന്നത് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ശ്രീ V. ദിനകരൻ അവർകളാണ്. അഖില കേരള ധീവരസഭാ സംസ്ഥാന ജനറൽ സെക്രട്ടറി. സ്വാഗതം ശ്രീ VK ചന്ദ്രൻ. അതിൻ്റെ വിഷയം അവതരിപ്പിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷനായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് G. രാമൻ നായർ അവർകളാണ്. എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ശ്രദ്ധാപൂർവ്വം കേൾക്കുക. മുൻ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷനാണ് അഡ്വക്കേറ്റ് G. രാമൻ നായർ. ഇപ്പോഴേ വെളിയിലോട്ട് ആഹാരത്തിന് ചെന്നാൽ അവിടെ സ്ഥലക്കുറവുണ്ട്. അതുകൊണ്ട് ഈ സെഷൻ ഇപ്പോൾ തീരും. അതിനുശേഷം മാത്രമേ ഇരിക്കുന്നവർ പോകാമെന്ന് അപേക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് രാമൻ നായർ സാർ. സ്വാഗതം ശ്രീ VK ചന്ദ്രൻ അവർകൾ, ക്ഷേത്ര സംരക്ഷണ സംസ്ഥാന സെക്രട്ടറി. അധ്യക്ഷൻ ശ്രീ V. ദിനകരൻ, അഖില കേരള ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി.
ഈ സെഷന്റെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീ വി കെ ചന്ദ്രൻ അവർകളെ ക്ഷണിച്ചുകൊള്ളു. സ്വാമിയേ വേദിയില് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിൽ എത്തിയിരിക്കുന്ന ഈ പ്രൗഢ ഗംഭീരമായ സദസ്സിലിരിക്കുന്ന സ്വാമി ഭക്തന്മാരെ, സാദര നമസ്കാരം. സ്വാഗത പ്രസംഗം വേണ്ട എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് സ്വാഗത പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ശബരിമല അയ്യപ്പനോടും സനാതന ധർമ്മത്തോടും ഇത്രയേറെ നിഷേധാത്മകമായി ധാർഷ്ട്യത്തോടുകൂടി പെരുമാറിയ ഒരു ഭരണാധികാരി ഈ ഭാരതത്തിലില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ ധാർഷ്ട്യത്തോടും അഹങ്കാരത്തോടും നിഷേധ രൂപത്തിലുള്ള സമീപനത്തോടും കൂടി കേരളത്തിലെ ഭരണകൂടവും മുഖ്യ ഭരണാധികാരിയും പെരുമാറിക്കഴിഞ്ഞിട്ടും ആ ഭരണാധികാരിയെ പമ്പാ മണൽപ്പുറത്തേക്ക് വിളിച്ചു കൊണ്ടുവരാനും ആ പമ്പാ മണൽപ്പുറത്ത് ഒരു ദിവസം അന്തി ഉറങ്ങിക്കൊണ്ട് അവിടെ പിറ്റേ ദിവസം രാവിലെ വിളക്ക് കൊളുത്തിയപ്പോൾ അല്പം കൈയൊന്ന് പൊള്ളിച്ചുകൊണ്ട് അതോടൊപ്പം അയ്യപ്പന്റെ വിഗ്രഹം വന്നിട്ടുള്ള അതിഥികൾക്ക് സ്വന്തം കയ്യാൽ എടുത്തുകൊടുത്തുകൊണ്ട് ശബരിമല ഭരണത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഏറെ വെള്ളം കുടിച്ച ഒരു ഭരണാധികാരി, ആ ഭരണാധികാരിയെ പമ്പാ മണൽപ്പുറത്ത് എത്തിക്കാൻ കെൽപ്പുള്ള, കഴിവുള്ള, ജീവനുള്ള ആ അയ്യപ്പനെയാണ്, ആ സനാതന ധർമ്മത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്ക് ജീവിച്ചിരിക്കാൻ ഒരു 10 വർഷം ആയുസ്സുണ്ടെങ്കിൽ ഈ ഭരണാധികാരിയെ ശബരിമലയിൽ എത്തിച്ച് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിനുണ്ടാകുമെന്ന് വിളിച്ചോതിക്കൊണ്ടുള്ള ശബരിമല സംരക്ഷണ സമിതിയുടെ ശബരിമല വികസനം എന്ന് പറയുന്ന ഈ സെമിനാറിലേക്ക്, ഈ സെമിനാറിന്റെ അധ്യക്ഷനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അഖില കേരള ധീവര സഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബി ദിനകരൻ അവർകളാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ 80ാം പിറന്നാളാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അയ്യപ്പന്റെ നാമധേയത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും നാമധേയത്തിൽ അദ്ദേഹത്തിന്റെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു സെമിനാറിലേക്ക് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ആദരപൂർവ്വം നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി, അയ്യപ്പന് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. സ്വാഗതം, സുസ്വാഗതം. ഇവിടെ ശബരിമല വികസനം എന്ന വിഷയത്തെക്കുറിച്ച്, ആ വികസനത്തെക്കുറിച്ചുള്ള പ്രബന്ധം അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് ജെ രാമൻ നായർ സാർ അവർകളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹമാണ് അതിന് ഉചിതം എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ സെമിനാറിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെയും സ്വാമിയുടെ നാമധേയത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും നാമധേയത്തിൽ ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുകയാണ്. മുൻ
സാമൂഹ്യ ശാസ്ത്രകാരൻ, പെരിയാർ കടുവ സങ്കേതത്തിൽ എത്തിയിട്ടുള്ള ശ്രീ എസ് ഗുരുവായൂരൻ, അദ്ദേഹം ഈ വേദിയെ ധന്യമാക്കി ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ആശംസിക്കുക. ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഔപചാരികളുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഭിവന്ദ്യരായ സന്യാസി വൈദ്യന്മാരെ, ഇന്നിവിടെ വികസനം സംബന്ധിച്ച വിഷയം അവതരിപ്പിക്കുന്ന പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ വി രാമനായർ, ശ്രീ കെ ഗുരുവായൂരപ്പൻ, ഇന്നീ മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൻ്റെയും മറ്റ് ഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള ബഹുമാന്യരായ ഭക്തജനങ്ങളെ, വളരെ സന്തോഷം തോന്നുന്നു. കഴിഞ്ഞ ദിവസം പമ്പാതീരത്തൊരു സംഗമം നടന്നു എന്നാണ് പറയുന്നത്. 7 കോടി രൂപ മുടക്കി 3500 പേർ ഇരിക്കാവുന്ന പന്തൽ വരെ സജ്ജമാക്കി. പന്തലിൽ ഇരിക്കാൻ ആളെ കിട്ടിയില്ല. ഗവൺമെന്റിന്റെ സർവ്വ മെഷീനറിയും പ്രയോഗിക്കുമെന്ന് തന്നെയും കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളെയും ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും മുമ്പിൽ തന്നെയും അവിടെ സന്നിഹിതരായത് വെറും 623 1250 ദേവസ്വങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട്. ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരാൾ വന്നിരുന്നുവെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? അതുപോലും കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വാസികൾ നടത്തുന്ന സംഗമം വിശ്വാസികളായ നമുക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന ആ സമ്മേളനമായിരുന്നു എന്ന് പറയാൻ നമുക്ക് അത്യാവശ്യം. ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത് തീരമേഖല അയ്യപ്പനോട് തന്നെയാണ്. ഞാൻ 8 പ്രാവശ്യം മല ചവിട്ടിട്ടുള്ളതാണ്. കയ്യിൽ മുഴുവൻ കാലിക്ക് മെത്ത എന്ന് പറഞ്ഞ് 41 ദിവസം വ്രതാനുഷ്ഠാനത്ത് കൂടി ശബരിമല സന്നിധാനത്ത് വന്നിട്ടുള്ളതാണ്. തീർത്ത് പറയുന്നു, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനമായ ഹൈന്ദവ പ്രസ്ഥാനമായ തീവ്ര സമുദായം ഒറ്റക്കെട്ടായി ശബരിമല അയ്യപ്പനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പറയാൻ ഞാൻ ഈ അവസരത്തിൽ ഇവിടെ തൊട്ട് മുമ്പ് സംസാരിച്ച മലയേറിയ വിഭാഗത്തിൽപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ, അവരുടെ സ്ത്രീ എന്താവും? കാനനവാസിയായ ശബരിമല അയ്യപ്പനെ മറ്റാരും സംരക്ഷിക്കാനില്ലാതിരുന്ന കാലഘട്ടത്തെ സംരക്ഷിച്ചത് അവരായിരുന്നു. അവരുടെ എല്ലാ അവകാശങ്ങളും എടുത്തു കളഞ്ഞ് ജീവൻ വെളിയിക്കാനുള്ള ആ അവകാശം പോയി എടുത്തു കളഞ്ഞു. കാനനപാതയുടെ പേരിൽ അവരുടെ മേഖല കയ്യേറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഒന്ന് വിശ്വസിക്കാം, തീരമേഖല മാത്രമല്ല, അയ്യപ്പനെ എന്നും സംരക്ഷിച്ചിട്ടുള്ള മലയോര മേഖലയിൽ വിശ്വാസത്തോടൊപ്പമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് വികസനമാണ്. വികസനം നടത്തുമ്പോൾ ഒരു സാധാരണ വീട് വെച്ചാൽ തച്ചുശാസ്ത്രപ്രകാരമാണ് വീട് വയ്ക്കുന്നത്, അല്ലേ? ശബരിമലയിലെ വികസനമാകുമ്പോൾ അതിൻ്റെ പാരമ്പര്യം, അതിൻ്റെ പരിപാലനത്വം എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള വികസനമായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഈ അടുത്ത ദിവസം ഉണ്ടായ സംഭവം, ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി 42 കിലോഗ്രാം ഉണ്ടായിരുന്ന അവസാനം വന്നപ്പോൾ 38 കിലോഗ്രാമിൽ അവസാനിച്ച സംഭവം നമ്മൾ കണ്ടതാണ്. അപ്പൊ വികസനം നടക്കണമെന്നുണ്ടെങ്കിൽ
ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു വിധിയുണ്ട്. ക്ഷേത്ര ഭരണം വിശ്വാസികളെ ഏൽപ്പിക്കുക. സംസ്ഥാനം അനങ്ങുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങൾ പലതും നടപ്പാക്കി കഴിഞ്ഞു. കേരളം അനങ്ങുന്നില്ല. വിശ്വാസികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണത്തിനനുസരിച്ച്, ശബരിമലയുടെ പാരമ്പര്യമനുസരിച്ച്, ആചാര അനുഷ്ഠാനം അനുസരിച്ച് ഇവിടെ വികസന പ്രവർത്തനവും എല്ലാ പ്രവർത്തനവും ഭംഗിയായി നടക്കും. അനുവദിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം കൊണ്ട് ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞത് ശബരിമല ഒരു മതാതീയ കേന്ദ്രമാക്കി മാറ്റി. അടുത്ത് നടക്കാൻ പോകുന്ന ന്യൂനപക്ഷ സംഗമം ഉണ്ടല്ലോ, ആ സംഗമത്തിൽ ചെല്ലുന്നുകൊണ്ട് ആ വിഭാഗങ്ങളെ ആരാധനാലയങ്ങളെ മതാതീതമാക്കി പറയാൻ മുഖ്യമന്ത്രി ധൈര്യമുണ്ടോ? പറയത്തില്ല. നമ്മൾ ദുർബലരാകുന്നില്ല. നമ്മളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന തന്ത്രമാണ് ഗവൺമെന്റ് ഉള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മറ്റു ചില ശക്തികൾ എണ്ണം കൂടി വരികയാണ്. ഇപ്പോൾ നമ്മൾ ഭൂരിപക്ഷമാണെന്നാണ് പറയുന്നത്. പക്ഷെ ക്രമേണ വന്നു കഴിഞ്ഞാൽ നമ്മൾ ന്യൂനപക്ഷമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഉള്ളവരെന്ത് ചെയ്യണം? നമ്മൾ തന്നെ പരസ്പരം അകലം പാലിക്കാതെ നമ്മളെല്ലാം ഒന്നാണ്, ഹിന്ദുവാണ് എന്ന അർത്ഥത്തിൽ ഒന്നിച്ചു നിൽക്കാനുള്ള ശക്തി ഉണ്ടാകും. ഇവിടെ മാർഗരേഖ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഭക്തി മാത്രം പോരാ, നമുക്ക് ശക്തി വേണമെന്ന് പറഞ്ഞു. ശക്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഇന്ന് പല തലങ്ങളിൽ നിന്നുള്ള ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഹൈന്ദവ സമൂഹം മറ്റെല്ലാം മറന്ന് നമ്മൾ ഒന്നാണെന്നുള്ള ജില്ലാക്ക് ഒരു മുന്നോട്ട് പോയില്ല എങ്കിൽ ശബരിമല ക്ഷേത്രമല്ല, നമ്മുടെ ഒരു ക്ഷേത്രവും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. വികസന പ്രവർത്തനത്തെ പറ്റി പറയുമ്പോൾ എന്താണ് പറയുന്നത്? എന്റെ സഹോദരൻ ശ്രീ എ വി താമരാക്ഷൻ ചെയർമാനായിരുന്ന നിയമസഭയുടെ കമ്മിറ്റി ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പരിസ്ഥിതിയെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഗവൺമെന്റിന് അവതരിപ്പിച്ചു. അത് കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് 2050 വരെ ഉള്ളൊരു വികസന പദ്ധതിക്ക് രൂപം കൊടുക്കുമെന്നാണ്. 2026 ഭരണം അവസാനിക്കാൻ പോകുന്ന ഒരു സർക്കാരിന്റെ മുഖ്യമന്ത്രി പറയുന്നത് 2050 വരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശബരിമല വികസനത്തിന് രൂപം കൊടുക്കുമെന്നാണ് പറയുന്നത്. നടക്കുന്ന കാര്യമാണോ? അതിൻ്റെയൊക്കെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ മതാതീത കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റിയെടുത്ത് നമ്മളെ പലതരത്തിൽ ഛിന്ന ഭിന്നമാക്കി അതിൽ നിന്നും മുതലെടുക്കാനുള്ള പരിശ്രമമായി പോകുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ശബരിമലയുടെ പാരമ്പര്യം നിലനിർത്തണം. ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ നിലനിർത്തണം. നമുക്കറിയാമല്ലോ ആരൊക്കെയാണ് പോലീസ് അകമ്പടിയോട് ഇവിടെ കൊണ്ടുവന്നത്. അതിനെ എതിർത്തവരുടെ പേരിലുള്ള കേസിൽ നിൽക്കുകയല്ലേ. NSS നടത്തിയ നാമജപയാത്രയ്ക്ക് പോലും കേസെടുത്ത സാഹചര്യമില്ലേ? ആ കേസുകൾ പോലും പിൻവലിക്കില്ലല്ലോ. ഞങ്ങൾ പ്രമേയം പാസാക്കിയവരാണ് NSSന്റെ സഹോദരിമാർ നടത്തിയ നാമജപയാത്രയെ സംബന്ധിക്കുന്ന കേസുകൾ പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടവരാണ്. നമ്മളെല്ലാം ഹൈന്ദവരാണ് എന്നുള്ള വിശ്വാസത്തോട് തന്നെയാണ് അവർ നിലപാട് സ്വീകരിച്ചത്. ശബരിമലയിൽ വികസനം നടത്തണം. 41 ദിവസം വ്രതാനുഷ്ഠാനത്തോടുകൂടി കല്ലും മുള്ളും ചവിട്ടി വന്ന ഒരു ഭക്തൻ വരുമ്പോൾ വിമാനം വന്ന് ശബരിമല സന്നിധാനത്തിൽ ഇറങ്ങുന്ന സംവിധാനമാണെങ്കിൽ ആ വികസനം കാനനവാസിയായ ശബരിമല അയ്യപ്പൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വികസനം വേണം. പക്ഷെ ആ വികസനം നമ്മുടെ ക്ഷേത്രാചാര്യങ്ങളെ ശബരിമലയിലെ പരിപാലനത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള വികസനം മാത്രമായിരിക്കണം ഉണ്ടാകേണ്ടത്. ആ മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പമ്പാ സ്നാനത്തിൽ ചെല്ലുമ്പോൾ മലിനജലത്തിലാണ് നമ്മുടെ ആളുകൾ കുളിക്കുന്നത്. ആ പമ്പാ ജലം ശുദ്ധീകരിക്കണം. നമ്മുടെ മാലിന്യ വിമുക്തമാക്കണം. വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം വികസന പ്രവർത്തനം നടത്തേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അതൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ 1950 വരെ പഞ്ചവത്സര പദ്ധതി എന്ന പോലുള്ള ചില പദ്ധതികളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് അതിനോട് കുടിക്കാൻ പറ്റിയില്ല. ശബരിമലയുടെ പെരുമാവളത്തിൽ നിലനിർത്തണം. ഇപ്പൊ ചില കാര്യങ്ങൾ പറഞ്ഞു. ശബരിമല വിമാനത്താവളം, ശബരി റെയിൽപാത, റോപ്പ് വേ, ഇത് കുറെ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ മന്ത്രങ്ങൾ ഉരുളുന്നത് പോലെ രാഷ്ട്രീയ മന്ത്രം ഉരുളിക്കൊണ്ടിരിക്കുകയാണ്. ഇരുവിടുന്നല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മൾ വികസന പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് വികസന പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ ശബരിമല